നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്താവിശേഷങ്ങളിൽ ചിലത് അറിയാം. 7th ഡേ അപ്ഡേറ്റ്സിൽ പോന്നോട്ടെ. പോരട്ടെ. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കൽ ജോലിക്കിടെ ഒഴുക്കിൽപ്പെട്ട ജോയിയുടെ മൃതദേഹം സർക്കാരും റെയിൽവേയും തമ്മിലുള്ള പഴിചാരലിനിടയിൽ 1 കിലോമീറ്റർ അകലെയായി കണ്ടെത്തി. 46 മണിക്കൂറിലെ തിരച്ചിലിനൊടുവിലാണ് ജീർണിച്ച നിലയിൽ മൃതദേഹം ലഭിച്ചത്. സംഭവത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ചെറിയ തോടുകൾ മാലിന്യമുക്തമാക്കാൻ ഉന്നതതല തീരുമാനം. ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പൊതുസ്ഥലത്ത് കളയാവോ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഇനി ഭരണഘടനാ ഹത്യാ ദിനം. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. ശിബുദിനം. ഇടുക്കി, തിരുവനന്തപുരം, കോട്ടയം ജില്ലാ കളക്ടർമാർക്ക് മാറ്റം. മനോരഥങ്ങൾ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ ആസിഫ് അലിയെ അപമാനിച്ചതിന് സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും രൂക്ഷ വിമർശനം. സംഭവം വിവാദമായതോടെ മാപ്പ് പറഞ്ഞ് രമേശ് നാരായണൻ. വിവാദങ്ങളിൽ പ്രതികരിച്ച് ആസിഫ് അലി തനിക്ക് പരാതിയില്ലെന്നും അദ്ദേഹത്തെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കരുതെന്നും ആസിഫ് പറഞ്ഞു. എന്റെ ചിരി കണ്ട എന്റെ സാറേ. പ്രമോദ് കോട്ടുളി പണം വാങ്ങിയിട്ടില്ലെന്ന് ശ്രീജിത്ത്. CPM-ൽ നിന്നും പ്രമോദ് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കുന്ന തൊഴിൽ നികുതിയുടെ സ്ലാബുകൾ സംസ്ഥാന സർക്കാർ ഇരട്ടിയിലേറെ കൂട്ടി. ഒക്ടോബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കൂട്ടെ ഇതൊക്കെ എന്തോ ചെയ്യാനാ? കേരളത്തിൽ ഏവരെയും നടുക്കിയ 2016 പെരുമ്പാവൂർ വിദ്യാർത്ഥിനിയുടെ കൊലക്കേസ് പ്രതി അമറുൾ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ നൽകി സുപ്രീം കോടതി. കേരളത്തിൽ കനത്ത മഴയും ഭീകരപനിയും പകർച്ചവ്യാധികളും തുടരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. പെൻസിൽവേനിയയിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് വെടിവെച്ച് ആക്രമണ ശ്രമം ഉണ്ടായത്. എന്നിട്ട് നാട്ടുകാരെ ചെവി മൂടിയ ബാൻഡേജ് ഒട്ടിച്ച് നടക്കുന്നുണ്ടല്ലോ. ഗാസയിൽ UN സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ. വെടിനിർത്തൽ ചർച്ചകൾക്കിടെയും അക്രമം തുടരുന്നു. 6 ദിവസം 11 മണിക്കൂർ 52 മിനിറ്റ് കൊണ്ട് 7 ലോകാത്ഭുതങ്ങൾ സന്ദർശിച്ച് 45-കാരനായ മാഗ്ഡി ഇസെ ഗിന്നസ് റെക്കോർഡ് നേടി. എന്നെ ഒന്ന് ഊട്ടി വരെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല. അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം. യൂറോ കപ്പിൽ വീണ്ടും ജയിച്ച് സ്പെയിൻ. തോൽവിക്ക് പുറകെ ഇംഗ്ലണ്ട് പരിശീലകൻ സൗത്ത് ഗേറ്റ് സ്ഥാനമൊഴിഞ്ഞു. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയെ ആരാധകർക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡ്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റാണ് ഏറ്റവും വലിയ സ്പോർട്സ്. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന T20 ടീമുകളെ BCCI പ്രഖ്യാപിച്ചു. T20യിൽ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. ഇതോടെ ഈ 7th ഡേ അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.